വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 1 സൃഷ്ടാവായ ദൈവം, പാഠം 13 സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയ ഈശോ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:35. ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, വിശന്നു വലഞ്ഞവർക്ക് ആഹാരം നൽകി. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഈശോ പറഞ്ഞു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. നമുക്ക് പാടാം. സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമോടെന്നും സഹചരനെ, പാലിച്ചിടുക മോദമോടെ സ്നേഹത്തിൻ തിരുകൽപ്പന നീ. വലിയ കുരിശടയാളം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ പോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കും. അതാണ് ഈശോയ്ക്കിഷ്ടം. കൈകൾ കൂപ്പാം. ഈശോയെ എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് പാടാം. സ്നേഹത്തിൻ ചൈതന്യമാകുമെൻ്റെ ഈശോതൻ മാതൃക പിഞ്ചെന്നിടാൻ, സ്നേഹിക്കും ഞാൻ എൻ്റെ സോദരരെ, നന്മകൾ ചെയ്തെന്നും ജീവിച്ചിടും. സ്നേഹപ്രവർത്തിക്കൊരു മാതൃക. ഈശോയെ പോലെ പാവങ്ങളെ സ്നേഹിച്ച ഒരമ്മയാണ് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. മനപ്പാഠമാക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:35. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:35. പാഠത്തിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം 1. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ആര്? ഉത്തരം ഈശോ. ചോദ്യം 2. ആരുടെ പാദങ്ങളാണ് ഈശോ കഴുകിയത്? ഉത്തരം ശിഷ്യന്മാരുടെ. ചോദ്യം 3. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ നമുക്ക് നൽകിയത് എന്ത്? ഉത്തരം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക. ചോദ്യം 4. ഈശോ സുഖപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം കുഷ്ഠരോഗികളെ. ചോദ്യം 5. ഈശോ ആർക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്? ഉത്തരം നമുക്ക് വേണ്ടി. ചോദ്യം 6. വിശന്നു വലഞ്ഞവർക്ക് ഈശോ എന്താണ് നൽകിയത്? ഉത്തരം ആഹാരം. ചോദ്യം 7. വലിയ കുരിശടയാളം വരയ്ക്കുക. ഉത്തരം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചോദ്യം 8. അഗതികളുടെ അമ്മ ആര്? ഉത്തരം വിശുദ്ധ മദർ തെരേസ.